നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സമൂഹ മാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നടപടി തുടങ്ങി പോലീസ്. ദീപകിന്റെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ച് KPCCയുടെ വിജയോത്സവം 2026 മഹാപഞ്ചായത്ത് കൊച്ചി മറൈൻ ഡ്രൈവിൽ. ഓരോ പൗരന്റെയും വോട്ട് സംരക്ഷിക്കപ്പെടണമെന്നും തൊഴിൽ തേടി നാടുവിടുന്ന യുവാക്കൾക്ക് നാട്ടിൽ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നും രാഹുൽ ഗാന്ധി. ചരിത്ര വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയതെന്നും രാഹുൽ. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിക്കാതെ രാഹുലിന്റെ പ്രസംഗം. ഹ്രസ്വ സന്ദർശനത്തിനായി UAE പ്രസിഡന്റ് ഇന്ത്യയിൽ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിപുലീകരണം ഉൾപ്പെടെയുള്ളവ ചർച്ചാ വിഷയം. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഒരു തവണ കൂടി തെറ്റുതിരുത്താൻ അവസരം നൽകിയിട്ടും പഴയ അവസ്ഥയിൽ. കോടതി ലക്ഷ്യം വ്യക്തമെന്നും കോടതി. കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ്. അനുമതി നൽകാത്തതിൽ പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ടാകാമെന്നും കോടതി. കേരള കുംഭമേളയ്ക്ക് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിൽ പതാക ഉയർന്നു. വിശ്വഗുരുസ്ഥാനത്തേക്ക് ഭാരതം ഉയരുന്നത് ആരാധനാലയങ്ങൾ തകർത്തോ ഭൂപ്രദേശങ്ങൾ കീഴടക്കിയോ അല്ലെന്നും ഹൃദയങ്ങൾ കീഴടക്കിയെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. വാർത്തകൾ വിശദമായി നോക്കാം. സമൂഹ മാധ്യമത്തിലൂടെയുള്ള ആരോപണത്തെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ബസ്സിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് വീഡിയോ വന്നതിന് പിന്നാലെയാണ് കേസെടുത്തത്. സംഭവം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 19 കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കണ്ടന്റ് ക്രിയേറ്ററായ യുവതി വീഡിയോ പരസ്യമാക്കിയതിനു പിന്നാലെ യുവാവ് ആശങ്കാകുലനായെന്നും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും പരാതികളിൽ പറയുന്നു. അഡ്വക്കേറ്റ് V. ദേവദാസ്, അബ്ദുൾ റഹീം പൂക്കത്ത് എന്നിവർ നൽകിയ പരാതികളിലാണ് നടപടിയെടുത്തത്. ഓരോ പൗരന്റെ വോട്ട് സംരക്ഷിക്കപ്പെടണമെന്നും തൊഴിൽ തേടി നാടുവിടുന്ന യുവാക്കൾക്ക് നാട്ടിൽ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നും രാഹുൽ ഗാന്ധി MP. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാൻ KPCC മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച വിജയോത്സവം 2026 മഹാപഞ്ചായത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. I suffer when I see thousands and thousands of young Keralites going abroad because they cannot get employment in this city. Yes, I'm filled with pride when I see our nurses working hard outside our country. And I feel pride when I see what the people of തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് കോൺഗ്രസും UDFും കൈവരിച്ചതെന്നും വിജയം ആഘോഷിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ്. ഗ്രാമപഞ്ചായത്തുകളിലാണ് ഏറ്റവും ശക്തമായ വിജയം നേടിയത്. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തെ അതിജീവിച്ചാണ് വിജയം നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലാണ് നമ്മൾ ഏറ്റവും ശക്തമായ തേരോട്ടം നടത്തിയത്. അശാസ്ത്രീയമായ വാർഡ് വിഭജനമായിരുന്നു നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ വെല്ലുവിളി. കേരളത്തിലെ പിണറായി സർക്കാർ അതിനായിട്ട് മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം തേടാതെ പ്രതിപക്ഷത്തിന് അവസരം നിഷേധിച്ചുകൊണ്ട് ഒരു ബില്ല് അതിനായിട്ട് മാത്രം അവതരിപ്പിച്ചു. ആ ബില്ലിന് ഭേദഗതികൾ നിർദ്ദേശിക്കാനോ ആ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കാനോ ഞങ്ങൾക്കാർക്കും അവസരം നൽകിയില്ല. ആ ബില്ല് ഏകപക്ഷീയമായിട്ട് അവർ പാസ്സാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? കേവലം വാർഡിൻ്റെ എണ്ണം കൂട്ടാൻ. എന്തിനാണ് വാർഡുകളുടെ എണ്ണം കൂട്ടുന്നത്? ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വാർഡുകൾ വികൃതമാക്കി ചെരുപ്പിനനുസരിച്ച്
കാല് മുറിക്കുന്ന രൂപത്തിൽ വാർഡുകളെ വികൃതമാക്കി വെട്ടിമുറിച്ചവരാണ് കേരളത്തിലെ LDFന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലെത്തി. പാലം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ മൂന്നാമത് ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിപുലീകരണം ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ സന്ദർശനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യുമെന്നാണ് വിവരം. ഹ്രസ്വ സന്ദർശനത്തിനായാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. വൈകിട്ട് 6 മണിയോടെ അദ്ദേഹം മടങ്ങിപ്പോകും. മന്ത്രി സജി ചെറിയാനെതിരെ സമസ്ത രംഗത്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മതധ്രുവീകരണത്തിന് ആസൂത്രിതമായ ശ്രമം നടത്തുകയാണെന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ആരോപിച്ചു. വെള്ളാപ്പള്ളി തുടക്കമിട്ട് AK ബാലനിലൂടെ സജി ചെറിയാനിൽ എത്തി നിൽക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണം നാടിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്നത് എന്നും മതവും സമുദായവും നോക്കിയാണ് വോട്ടെന്ന പ്രസ്താവന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്നതാണെന്നും മന്ത്രിയുടെ പ്രതികരണം പാർട്ടി നിലപാടാണോ എന്ന് CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആ ഭാഷയിൽ AK ബാലൻ സംസാരിച്ചു. ഇപ്പോൾ മന്ത്രി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതല്ല. മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്നുണ്ട്. കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മതപരമായ ധ്രുവീകരണം ലക്ഷ്യം വെക്കുക. അത് ഉത്തരേന്ത്യയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ നടപടിയിൽ കോടതിയലക്ഷ്യം വ്യക്തമെന്ന് ഹൈക്കോടതി. കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ്. അനുമതി നൽകാത്തതിൽ പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങളുണ്ടാകുമെന്ന് കോടതിയുടെ ഒളിയമ്പ്. ഒരു തവണ കൂടി തെറ്റുതിരുത്താൻ അവസരം നൽകിയതാണെന്നും എന്നിട്ടും പഴയ അവസ്ഥയിലാണ് സർക്കാരെന്നും ഹൈക്കോടതി വിമർശിച്ചു. സർക്കാരിൻ്റേത് കോടതിയോടുള്ള അനാദരവാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള അധികാരം കോടതിക്ക് ലഭിക്കണമെന്നും ഇതിനായി നിയമ ഭേദഗതി ഉണ്ടാകണമെന്നും അഴിമതി അവസാനിപ്പിക്കാനുള്ള പരിഹാരം അതുമാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതിയിൽ പ്രതികളായ കോൺഗ്രസ് നേതാവ് R ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണമെന്നാണ് CBIയുടെ ആവശ്യം. ഇക്കാര്യം നിരാകരിച്ച സർക്കാർ നിലപാട് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തകനായ മനോജ് കടകംപള്ളി സമർപ്പിച്ച ഹർജി എത്തിയത്. ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരളത്തിന്റെ കുംഭമേള മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായിൽ കൊടിയേറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധർമ്മധ്വജം ഉയർത്തി. സംസ്കാരം ദുർബലപ്പെടുത്തുന്നത് മറ്റുള്ളവർ നശിപ്പിച്ചുകൊണ്ടല്ലെന്നും മറിച്ച് ശീലിക്കാനും സംരക്ഷിക്കാനും തയ്യാറാക്കാത്തതുകൊണ്ടാണെന്നും ഗവർണർ പറഞ്ഞു. 2.5 നൂറ്റാണ്ട് മുൻപ് നിലച്ചുപോയ ഭാരതപ്പുഴയുടെ മഹോത്സവത്തിന് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ തിരിതെളിഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായത്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ഗവർണർ ധ്വജാരോഹണത്തിനായി എത്തിയത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ തുടങ്ങി വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാരും ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതം മുന്നോട്ടു പോകുന്നത് മണ്ണ് കീഴടക്കിയല്ല എന്നും ഹൃദയം കീഴടക്കിയാണെന്നും ഗവർണർ പറഞ്ഞു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് സന്യാസി വൈദ്യന്മാരുടെ നേതൃത്വത്തിൽ നിളാസ്നാനവും നടന്നു. ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘത്തിനായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞു. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തിരുമൂർത്തി മലയിൽ പൂജ കഴിഞ്ഞ് പുറപ്പെടാൻ ഇരിക്കെയാണ് പോലീസ് യാത്ര തടഞ്ഞത്. കാര്യങ്ങൾ വിശദീകരിക്കാനായി മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മാധ്യമങ്ങളെ കണ്ടിരുന്നു. തിരുനാവായ കുംഭമേളയ്ക്കെത്തുന്ന ഭക്തർക്ക് ആശ്വാസമായി എറണാകുളം അമൃത ഹോസ്പിറ്റലും മഹാമാഘ നഗരിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു താൽക്കാലിക ആശുപത്രി തന്നെയാണ് അമൃത ഹോസ്പിറ്റൽ സജ്ജീകരിച്ചത്. തിരുനാവായ മഹാമാഘ ഉത്സവത്തിനായി എത്തുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാണ് ഉത്സവ നഗരിയിലെ മെഡിക്കൽ സെന്റർ. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം. 8 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം താൽക്കാലിക സെന്ററിൽ ലഭ്യമാണ്. മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
കൊച്ചി അമൃത ആശുപത്രിയിലെ സീനിയർ ഡോക്ടറും പ്രൊഫസറുമായ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. നമുക്ക് കിടത്തി 7 പേർക്ക് കൊടുക്കാം. ബാക്കി നമ്മൾ ഈ ഫ്രണ്ടിലേക്കുള്ള പന്തലും കൂടി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കരുതി സ്പേസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു സമയത്ത് ഒരു 25-30 പേരോളം നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളുള്ള വാഹനവും ഉടനെ തിരുനാവായയിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അഖിലതന്ത്രി പ്രചാരക് സഭയ്ക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികളെ സംരക്ഷിക്കാനാണോ ശ്രമമെന്ന് കോടതി ചോദിച്ചു. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച് SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. തന്ത്രിയുടെ കസ്റ്റഡിയിലും ജാമ്യാപേക്ഷയിലും 22-ന് വാദം കേൾക്കും. N. വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ശബരിമല കർമ്മസമിതിയും ആവശ്യപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ ഹൈന്ദവ സംഘടനകൾ ചേർന്ന് തിരുവനന്തപുരത്ത് നാമജപ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ നാമജപ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥ തർക്കത്തിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് സർക്കാർ പാലാ സബ് കോടതിയിൽ നൽകിയ ഹർജി തള്ളി. എതിർകക്ഷികളായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഹാരിസൺ മലയാളത്തിന്റെയും വാദങ്ങൾ കോടതി അംഗീകരിച്ചു. ഇതോടെ ശബരിമല വിമാനത്താവളത്തിന്റെ ഭാവി ആശങ്കയിലായി. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് സംസ്ഥാന സർക്കാരും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് കീഴിലെ അയന ചാരിറ്റബിൾ ട്രസ്റ്റും തമ്മിലുള്ള ഉടമസ്ഥാവകാശ തർക്കം. ശബരിമല വിമാനത്താവള പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഈ ഭൂമി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഉടമസ്ഥ തർക്കം വിവാദമായതും കോടതിയിലെത്തിയതും. സ്വന്തം ഭൂമിയെന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോയത്. എന്നാൽ ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണെന്ന അവകാശവുമായി അന്നത്തെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ഇന്നത്തെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനിടെ വിദേശ കമ്പനികളുടെയും വ്യക്തികളുടെയും ഭൂമി ഏറ്റെടുക്കണമെന്ന് MG രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഹാരിസൺ മലയാളം കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഉത്തരവിട്ടു. തുടർന്നാണ് 2019 സംസ്ഥാന സർക്കാർ പാലാ സബ് കോടതിയിൽ ഹർജി നൽകിയത്. 7 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിലാണ് കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാർ ഹാജരാക്കിയ എല്ലാ റവന്യൂ രേഖകളും പാലാ സബ് കോടതി തള്ളി. അവകാശം ഉന്നയിച്ച 2263 ഏക്കർ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളം കമ്പനിയും ഉയർത്തിയ ഉടമസ്ഥാവകാശ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമല നട അടയ്ക്കുന്നതിന് മുന്നോടിയായി അയ്യപ്പസ്വാമിയുടെ ശരംകുത്തി എഴുന്നള്ളത്ത് നടന്നു. ശരംകുത്തിയിൽ നടന്ന നായാട്ടുവിളക്കിന് ശേഷം ഭൂതഗണങ്ങളുമായി അയ്യൻ തിരികെ ശബരിമലയിലേക്ക് എത്തുന്നുവെന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളമെഴുതിയ ശേഷം വലതുവശം തലപ്പാറമലയുടെയും ഇടതുവശം ഉടുമ്പാറമലയുടെയും കൊടികളുമായാണ് അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. വാദ്യമേളങ്ങൾ, തീവെട്ടി, കുത്തുവിളക്ക് എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. മകരവിളക്കിന് ശേഷം ആദ്യ 4 ദിനം മണിമണ്ഡപത്തിൽ നിന്നും 18-ാം പടി വരെ നടക്കുന്ന വിളക്കിനെഴുന്നേൽപ്പിന് ശേഷം നിലപാട് തറയിൽ നടക്കുന്ന നായാട്ടുവിളി 5-ാം ദിനം ശരംകുത്തിയിലാണ് നടക്കുന്നത്. ഉത്സവത്തിനെത്തിയ ഭക്തരെ ക്ഷേത്ര അതിർത്തിയിലെത്തിച്ച് യാത്രയാക്കുന്നതോടൊപ്പം ഉത്സവവേളയിൽ ശബരിമലയിൽ നിന്നും ഉൾക്കാടുകളിലേക്ക് പോയ അയ്യപ്പന്റെ കാവലാളുകളായ ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലാണ് നായാട്ടുവിളി. ശരംകുത്തിയിൽ നിന്ന് തീവെട്ടിയും മേളവുമില്ലാതെ നിശബ്ദമായാണ് സംഘം മണിമണ്ഡപത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. തുടർന്ന് മാളികപ്പുറം മേൽശാന്തി, നായാട്ടുവിളി സംഘം, തിരുവാഭരണ പേടകവാഹക സംഘം, കുത്തുവിളക്കെടുക്കുന്ന കഴകം എന്നിവർക്ക് മണിമണ്ഡപം കർമ്മികൾ കിഴിപ്പണം നൽകും. പിന്നീട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളം മായ്ക്കുന്നതോടെയാണ്
കളമെടുത്തു ചടങ്ങ് അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിൽ തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയെ പ്രതി ചേർക്കാൻ സാധ്യത. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാവും ചുമത്തുക. പരിപാടിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയതിന് തമിഴ്നാട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികളായേക്കും. ജനുവരി 12 നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വിജയ്ക്ക് മുൻപാകെ 90 ചോദ്യങ്ങളാണ് CBI ഉന്നയിച്ചിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്യൽ. ഈ മാസം 12 വിജയ് CBIക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ADGP ഉൾപ്പെടെയുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തേക്കുമെന്ന് സൂചനയുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകളാകും ചുമത്തുക. CBI കുറ്റപത്രം ഫെബ്രുവരി 2-ാം വാരം സമർപ്പിച്ചേക്കും. പോലീസിനെ കൂടാതെ പാർട്ടിയിലെ നേതാക്കളുടെയും വിജയുടെയും മൊഴി പരിശോധിക്കും. മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും CBI പരിശോധിക്കും. അതേസമയം വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് TVK അറിയിച്ചില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. 30,000-ത്തിലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതിന് കാരണമാകാമെന്നും CBIയോട് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ ഏജൻസി. രാവിലെ 11 മണിയോടെ CBIയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയെ ചോദ്യം ചെയ്തിരുന്നു. സുപ്രീംകോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIക്ക് വിട്ടത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നതായിരുന്നു CBI അറിയിച്ചത്. എന്നാൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും TVK അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറം വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് ആളുകൾ എത്തിയത്. ഇക്കാരണങ്ങളാൽ വിജയും കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അടുത്ത മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം സമുദായങ്ങൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. സിറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണത്തിന്റെ ചങ്ങനാശ്ശേരി അതിരൂപതാതല ഉദ്ഘാടന സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും ക്രൈസ്തവ സഭകളുമായി കൂടിയാലോചിച്ച് ശുപാർശകൾ നടപ്പാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപത അതുണ്ടായില്ലെങ്കിൽ അടുത്ത സർക്കാരിൽ അധികാരത്തിൽ എത്തുന്നത് ഏതു മുന്നണിയായാലും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ കുട്ടനാടിനെ സംബന്ധിച്ച ശുപാർശകൾ പരിഗണിച്ച് അടുത്ത സംസ്ഥാന ബജറ്റിൽ കുട്ടനാടിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നടപ്പാക്കണം. ക്രൈസ്തവരെ മൈക്രോ മൈനോറിറ്റിയായി പരിഗണിച്ച് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കണം. അടുത്ത മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന പ്രമേയത്തിലെ ആവശ്യം ഇടതു വലത് സർക്കാരുകളിൽ മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവർ ഈ വകുപ്പ് കൈവശം വയ്ക്കുന്നതിലുള്ള സഭയുടെ എതിർപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം സമുദായങ്ങൾക്ക് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നൽകണമെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ അനാവശ്യ ഇടപെടൽ ഒഴിവാക്കണം. EWS മാനദണ്ഡങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പുലർത്തണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും അതിരൂപത പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം ഈ മാസം 30 വരെ നീട്ടി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. സമയം നീട്ടി നൽകണമെന്ന് സുപ്രീംകോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. SIR കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണിത്. രേഖകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുകയാണ്. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് വിജ്ഞാപനമിറക്കിയത്. നേരത്തെ ഈ മാസം 22 വരെയായിരുന്നു സമയപരിധി. അതേസമയം പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പൊതു ഇടങ്ങളിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണമെന്ന് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ഡിസംബർ 23-നാണ് കേരളത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 25 ലക്ഷത്തോളം പേർ കരട് പട്ടികയിൽ നിന്ന് പുറത്തായി എന്നത് ഏറെ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുകയും സമയപരിധി നീട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം പട്ടികയിൽ പേര് ചേർക്കാനായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ. പഞ്ചായത്തുകളും വില്ലേജ് ഓഫീസുകളും കേന്ദ്രീകരിച്ച് പ്രാദേശിക തലങ്ങളിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. രേഖകൾ നൽകുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 21-നാണ്. എന്നാൽ രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടിയതിനാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയും നീട്ടാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യം തേടി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. ഹർജി കോടതി നാളെ പരിഗണിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചിരുന്നു. രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിയായിരുന്നു ജാമ്യം നിഷേധിച്ചത്. പോലീസ് റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം നടക്കുക. കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ പിരിവിനെതിരെ സമരം ശക്തമാക്കി മഞ്ചേശ്വരം MLAയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി. നാളെ ഈ വിഷയം നിയമസഭയിൽ കോളിംഗ് അറ്റൻഷനായി അവതരിപ്പിക്കുമെന്നും ജില്ലയിലെ 5 MLAമാരും ചേർന്ന് അന്യായമായ ടോൾ പിരിവ് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഉൾപ്പെടെ കണ്ട് പരാതി അറിയിച്ച് നടപടികൾ ആവശ്യപ്പെടുമെന്നും AKM അഷ്റഫ് MLA പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റിയുടെ സമരം കാസർഗോഡ് കളക്ട്രേറ്റിന് സമീപം നടന്നുവരികയാണ്. NSSും SNDPയും ഒന്നിക്കുന്നത് നല്ലതാണെന്ന് രമേശ് ചെന്നിത്തല. കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള സമുദായങ്ങളാണെന്നും ഈ സമുദായങ്ങളെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. NSSും SNDPയും ഒക്കെ യോജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരൊക്കെ യോജിച്ചു പോകണമെന്ന് തന്നെയാണ് എന്റെ ഇന്നത്തെ അഭിപ്രായം. എല്ലാ മതസംഘടനകളും യോജിച്ചു പോകുന്നത് നല്ല കാര്യമാണ്. യോജിപ്പോടുകൂടി പോകുന്നത് നല്ലതാണ്. അവരെന്നും വഴക്കടിക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ? അവർ യോജിച്ചു പോവാണെങ്കിൽ നല്ലതാണ്. അവർ യോജിച്ചു പോട്ടെ. എല്ലാ മതവിഭാഗങ്ങളും യോജിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത്. മതവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ തർക്കം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. SNDPയും NSSും പോലുള്ള സമുദായ സംഘടനകൾ ഐക്യപ്പെട്ടു മുന്നോട്ടു പോകുന്നത് നല്ല കാര്യമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അവരെയൊക്കെ വിമർശിക്കുമ്പോൾ അതിൽ കടന്നു പോകുന്നത് ശരിയല്ല. വർഗീയമായ ഒരു ചേരിതിരിവിനെയും CPM പിന്തുണയ്ക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. SNDP ആയിരുന്നാലും NSS ആയിരുന്നാലും KPMS ആയിരുന്നാലും പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻസ് ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. അവരുടെയും പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ SNDPക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം SNDPക്ക് ഉണ്ട്. NSSന് അതേപോലെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യമുണ്ട്. KPMSന് അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവരുടെ SNDP NSS ഐക്യത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM ഇതിനെ കാണുന്നത് വ്യക്തിപരമായിട്ടല്ലെന്നും എല്ലാ സാമുദായിക വിഭാഗങ്ങളും ഐക്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശൻ RSSന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയതയ്ക്കൊപ്പമാണ്. RSSന് മുൻപിൽ പോയി വഴങ്ങിയതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് മുൻപിലും VD സതീശൻ വഴങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി കാഞ്ചിയാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ആക്ഷേപം. മറ്റപ്പള്ളി കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനംവകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി വിവിധ സമയങ്ങളിൽ ഈ ഭാഗത്ത് കാട്ടാനയിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് വനംവകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി വേലിയും സ്ഥാപിച്ചു. ബാക്കി ഭാഗവും വനമേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെയും അടിയന്തരമായി വൈദ്യുതി വേലി സ്ഥാപിച്ച് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇപ്പം നിലവിൽ നമ്മുടെ മാറ്റപ്പള്ളി കുരിശുപള്ളിയുടെ ഭാഗം മുതൽ 1 കിലോമീറ്റർ 200 മീറ്ററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോരാ, നമുക്ക് മുഴുവൻ ഭാഗവും, അതായത് ഈ കാവടിക്കോര കേന്ദ്രീ ഭാഗം കൊണ്ടും അതുപോലെ പേഴുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് കാട്ടാന രാത്രിയിൽ ഇറങ്ങിയിരുന്നു. കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വാഴ അടക്കമുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും തിരികെ എത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. അമൃത ന്യൂസ്, ഇടുക്കി.
ജീവിച്ചിരിക്കെ മരണവിധി. 60കാരന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പഞ്ചായത്തിന്റെ കത്ത്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലാണ് വിചിത്രമായ സംഭവം. കൃത്യമായി സാമൂഹിക പെൻഷൻ കൈപ്പറ്റുന്ന പ്രമാടം ഇളകൊള്ളൂർ സ്വദേശി ഗോപിനാഥൻ നായർക്കാണ് മരിച്ചെന്ന് കാണിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പഞ്ചായത്ത് കത്ത് നൽകിയത്. പ്രമാടം ഇളകൊള്ളൂർ മടൂർ മുരിപ്പേൽ ഗോപിനാഥൻ നായർക്കാണ് ഈ ദുരനുഭവം. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 6ാം വാർഡിൽ താമസിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസം തപാലിൽ വന്ന കത്ത് കണ്ട് ഞെട്ടി. ഗോപിനാഥൻ നായർ മരിച്ചുപോയെന്നും അതിനാൽ നോമിനി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. 7ാം തീയതി 8 ലിറ്റർ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങ് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞ് 3ാം ദിവസം 3ാം പക്കം നിങ്ങളിത് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് മരണ സർട്ടിഫിക്കറ്റും വേണം, ആധാറിൻ്റെ കോപ്പിയും വേണം, തിരിച്ചുകാരൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ ഇതിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ടെത്തിക്കണമെന്ന് മരിച്ചെന്ന് അവർ പറയുന്നത്. ഈ മരിച്ച ആളെ ഞാൻ പറഞ്ഞ ആളുടെ ജീവനോട് ഇരിക്കുമോ? ഇത് എങ്ങനെയും കൊണ്ട് അവിടെ എത്തിക്കുന്നത്? ഗോപിനാഥൻ നായർ സ്ഥിരമായി പെൻഷൻ തുക കൈപ്പറ്റുന്നയാളാണ്. ആൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ അധികൃതർ ഇത്തരമൊരു കത്തയച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കത്ത് കിട്ടിയപ്പോൾ നല്ലതായിട്ട് വെപ്രാളം തോന്നി, പരവേശം തോന്നി. എന്തുവാ ചെയ്യേണ്ടിയെന്ന് ഓർത്തു. അമ്പലത്തിൽ പോയി ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാക്ഷാംഗം വന്നു. ഈ പറഞ്ഞവർ അതിനാൾ നിൽക്കരുത്, ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. പരാതി കൊടുത്തവര് ജീവനോട് ഇരിക്കുന്നവനാ. പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവമാണ് ഇത്തരം പിഴവുകൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതർ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പഞ്ചായത്ത് രേഖകളിൽ താൻ മരിച്ചവനായി മാറിയതിന്റെ ആഘാതത്തിലാണ് ഈ 60കാരൻ. രേഖകളിൽ പുനർജനിക്കാൻ ഇനി എത്ര ഓഫീസ് മുറികൾ കയറിയിറങ്ങണമെന്ന ആശങ്കയും ഗോപിനാഥൻ നായർക്കുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് കിടപ്പിലായ യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു. തിരുവനന്തപുരം മേട്ടുകട തായില വിനീതയാണ് 4 വർഷമായി കിടപ്പിലായത്. നാല് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു വിനിത. പഠനകാലത്ത് മിടുക്കി, ഒരു നാടിന്റെ ആകെ പ്രിയങ്കരി. പക്ഷേ സ്വപ്നങ്ങളെ പാതിവഴിയിൽ തകർത്തായിരുന്നു വിനിതയുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം വന്നെത്തിയത്. വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിനിത കിടപ്പിലാകുകയായിരുന്നു. ചികിത്സയ്ക്ക് ഏറെ പണം ചെലവാക്കി. തുടർ ചികിത്സയ്ക്കായി കുടുംബം ബുദ്ധിമുട്ടുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കാരണം 4 വർഷം കൊണ്ട് കിടപ്പിലാണ്. ആ കുട്ടി ഓടിച്ചാടി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. 2 പെൺകുട്ടികളാണ്. കടവും ലോണും കാര്യങ്ങളുമായിട്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ മാക്സിമം ചികിത്സിച്ചു. ഇപ്പോൾ വയസ്സായ അച്ഛനും അമ്മയാണ്, അവർ ആത്മഹത്യയുടെ വക്കിലാണ്. 9ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് വിനിതയ്ക്ക്. രണ്ടുപേരും അറ്റാക്ക് രോഗിയാണ്. ഞാൻ സെന്റ് ഇട്ടിരിക്കുകയാണ്. എനിക്കിന്നും വയ്യാതെ ഇവർ കയ്യൊക്കെ എടുക്കാൻ വയ്യാതായി. ഇനി കൊണ്ടുപോകാൻ ഒരു ആശുപത്രി ഇല്ല. ചിത്രയിൽ എന്നെ വീണ്ടും കൊണ്ടുപോകാൻ പണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു തരി സ്വർണം പോലും ഇല്ല. പണയം വിൽക്കാനോ വീട് പോലും ഇല്ല. വീട് പണയത്തിൽ ലോണാണ്. എല്ലാ സങ്കടങ്ങളും കൊണ്ട് പറയുന്നു. ഇനി ഞങ്ങളെ കൊണ്ട് നോക്കാൻ വയസ്സായി വരണം. 4 വർഷം കൊണ്ട് മകള് ഈ കിടപ്പിലെ കിടക്കാണ്. ചികിത്സയ്ക്ക് നിവൃത്തിയില്ല. അവരെ ചേർന്ന് ആശുപത്രിയെ കൊണ്ടുപോയി ചിത്രയിൽ കൊണ്ടുവന്നാണ് പറയാം. ഒരുപാട് ഡോക്ടറെ ബന്ധപ്പെട്ട് അപ്പോൾ അവർ ചിത്രയിൽ വീണ്ടും 1 മാസം കിടന്നിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ തിരിച്ച് പേര് വിട്ടു. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബം ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ്. ശബരിമലയിൽ ദീപാരാധനയുടെ സമയമാണ് തത്സമയം.